morning, students. Let us study the activities. We have completed the story, The Nightingale and Rose. Very interesting story. It was very interesting story. Now let us study the activities. ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പം മാർക്ക് ചെയ്യുക. ദ ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. പുട്ട് എ ടിക്ക് മാർക്ക് ദ അപ്രോപ്രിയേറ്റ് ബോക്സ്. അപ്പോൾ ആക്ടിവിറ്റി 1 പേജ് നമ്പർ 148 അല്ലേ, 48 45 പേജ് നമ്പർ 45 നോക്കുക. അതിനകത്ത് ഇങ്ങനെ പിന്നെ ബ്രാക്കറ്റ് നിർത്തി എഴുതാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പാഠം മനസ്സിലായവർക്ക് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ അടയാളപ്പെടുത്താൻ സാധിക്കും. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റോസ് ദാറ്റ് സ്റ്റുഡൻസ് സെർച്ച് ഫോർ? ആ സ്റ്റുഡൻ്റ് അന്വേഷിക്കുന്ന റോസിൻ്റെ കളർ എന്താണെന്ന്. റെഡ്, യെല്ലോ, വൈറ്റ് ഓർ പിങ്ക്? ഏതാ പറയാത്ത നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണെന്നുള്ളത് അല്ലേ, റെഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നൈറ്റിംഗേൽ അഡ്മയർ എബൌട്ട് ദ സ്റ്റുഡൻറ്റ്? എന്തുകൊണ്ടാണ് നൈറ്റിംഗേൽ ആ സ്റ്റുഡൻറ്റിനെ ആദരിക്കുന്നത്? എന്താ കാരണം? ഈസ് എ ഗുഡ് സിംഗർ, നല്ല പാട്ടുകാരനായതുകൊണ്ടാണോ? ഹി ലൈക്സ് ബേർഡ്സിന് ഇഷ്ടമായതുകൊണ്ടാണ്? ഹി വാല്യൂസ് ലവ് അബവ് എവറിതിങ് എൽസ്. ഹി ബയേഴ്സ് റിയലി നൈസ് ക്ലോസ്. ഏതാ ശരി? ഹി വാല്യൂസ് ലവ് എവറിതിങ് എൽസ് അല്ലേ, കാരണം എല്ലാത്തിനേക്കാളും ഉപരി അദ്ദേഹം ആ കുട്ടി എന്തിന് വില കൽപ്പിക്കുന്നുണ്ട്? സ്നേഹത്തിന് വില കൽപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡു ദ സ്റ്റുഡൻസ് പ്ലാൻ ടു പ്രസൻറ്റ് ദ റോസ് ടു ദ ഗേൾ? എവിടുന്നാണ് റോസാപ്പൂവ് കുട്ടിക്ക് കൊടുക്കാൻ ഈ കുട്ടി തീരുമാനിച്ചിരിക്കുന്നത്? ഈ ആൺകുട്ടി ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവളുടെ വീട്ടിൽ നിന്നാണോ, അറ്റ് ദ പ്രിൻസസ് ബാൾ നിന്നാണോ, അറ്റ് ദ ഫുട്ബോൾ ഗെയിമാണോ, അറ്റ് സ്കൂളാണോ? നിങ്ങൾക്കറിയാം, രാജകുമാരൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ വെച്ചാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ കുഡിൻ ദ സ്റ്റുഡൻറ്റ് ഫൈൻഡ് എ റെഡ് റോസ് ബൈ ഹിംസെൽഫ്? ആ കുട്ടിക്ക് സ്വയം റെഡ് റോസ് കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. ഓൾ ദ റോസസ് ആർ ട്രീസ് വെഡ്. എല്ലാ റെഡ് റോസിൻ്റെ ട്രീയും ഡെഡ് ആയിരുന്നോ? അതോ ഹി വാസ് വെരി ലേസി ആയതുകൊണ്ടാണോ? ദ ട്രീ റിഫ്യൂസ് ടു ഗിവ് എനി ഓഫ് ഇറ്റ്സ്. ആ ട്രീ അത് കൊടുക്കാൻ മടിച്ചത് കൊണ്ടാണോ? ദ റെഡ് റോസസ് ട്രീ വാസ് വിതേർഡ് ഇൻ ദ വിൻ്റർ. വിൻ്റർ സീസണിൽ ആ റെഡ് റോസസ് എന്ത് ചെയ്തിരുന്നു? ആകെ കൊഴിഞ്ഞു പോയിരുന്നു അല്ലേ. അതാണ് അവൻ്റെ റോസാപ്പൂ, അവൻ്റെ ജനലിൻ്റെ അടുത്തുള്ള റോസാപ്പൂവിൽ ഇതാണ് സംഭവിച്ചത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ഡൺ ബൈ ദ നൈറ്റിംഗേൽ ടു ഗെറ്റ് റോസ്? നൈറ്റിംഗേളിന് എങ്ങനെയാണ് റോസ് കിട്ടാതിരിക്കാനുള്ള കാരണം? ഷീ സാങ് എ ബ്യൂട്ടിഫുൾ സോങ് ഓൾ നൈറ്റ്. ഷീ ഗേവ് ഹെർ ബ്ലഡ് ടു ദ ട്രീ. ഷീ യെൽഡ് ഓൾ ദ ട്രീ അൺടിൽ ദ ഗേവ്. ഷീ സെർച്ച്ഡ് ഓൾ ദ റോസ് ട്രീസ് ഇൻ ദ ഗാർഡൻ. ഏതാ അതിൽ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓൾ ദ റെഡ് റോസസ് ഹാഡ് എ വിതേർഡ് ഇൻ ദ വിൻ്റർ അല്ലേ, അല്ല. ഷീ യെൽഡ് അറ്റ് ദ ട്രീസ് അൺടിൽ ദേ ഗേവ് ഹെർ റോസ്. അപ്പോൾ റോസ് വിരിയുന്നത് വരെ എന്ത് ചെയ്യണം? അത് പാട്ട് പാടണം എന്നുള്ള കണ്ടീഷനാണ് ചെയ്തത്. ഇവിടെ ഷീ സാങ് ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ്, അത് കറക്റ്റാണ്. നോട്ട് ഡണ്ണാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലാത്തത് ഏതാണെന്നുള്ളത്. ഷീ ഗേവ് ഹെർ ബ്ലഡ് ടു ദ ട്രീ, അങ്ങനെ അവളുടെ ബ്ലഡ് മരത്തിന് കൊടുത്തു. പിന്നെ സെർച്ച് ദ റോസ് ട്രീ, എല്ലായിടത്തും റോസ് ട്രീ അന്വേഷിച്ച് നടന്നു, പക്ഷേ ഇത് മാത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഇതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ പ്രൊഫസേഴ്സ് ഡോട്ടർ റിജക്റ്റ് ദ ഫ്ലവർ? എന്തുകൊണ്ടാണ് പ്രൊഫസറിൻ്റെ മകളത് റിജക്റ്റ് ചെയ്തത്? നോട്ട് ബ്യൂട്ടിഫുൾ അല്ലാത്തതുകൊണ്ടാണോ? ഷീ ലൈക്ക്ഡ് യെല്ലോ റോസ് ആയതുകൊണ്ടാണോ? ഷീ വാസ് സാഡ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ദി നൈറ്റിംഗേൽ അതാണോ? മണി ആൻഡ് ജുവൽസ് വേർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ലവ്, അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വേഗം നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക, ടെക്സ്റ്റ് ബുക്ക് തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 എന്താ? യു ഹാവ് റീഡ് ദ സ്റ്റോറി ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്, ഹാവിൻറ്റ് യു? അപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. നൗ റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ഹൗസ്. ഇവിടെ ഒരു സ്റ്റോറി ഹൗസാണ് തന്നല്ലേ, കണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോറി ഹൗസ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ സ്റ്റോറിയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ സെറ്റിങ്സ് തന്നിട്ടുണ്ട്. സെറ്റിങ്സ് എന്നാൽ ഈ സ്റ്റോറി നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്ന് ഗാർഡൻ, അതവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഏതാ വരിക? ഗാലറിയാണ്. ഗാലറി എന്ന് പറഞ്ഞാൽ ആ ബാൾ നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് മ്യൂസിക് ബോൾ പറഞ്ഞാൽ പ്രിൻസസ് അറ്റ് ദ ബാൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗാലറി. ഇനി മൂന്നാമത്തേത് എവിടെയാണ്? സ്റ്റുഡൻസിൻ്റെ ഹൗസ്. ആ ജനാലിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല, അത് എഴുതാം കേട്ടോ, അപ്പം തന്നെ എഴുതി വയ്ക്കുക. സ്റ്റുഡൻസ് ഹൗസ്. മൂന്നാമത്തെ എവിടെയാണ്?
ലാസ്റ്റ് വൺ പ്രൊഫസറിൻ്റെ വീട്ടിലും കൂടെ ലാസ്റ്റ് എത്തുന്നുണ്ട് അല്ലേ. ക്ലൈമാക്സിൽ പ്രൊഫസറിൻ്റെ വീടിൻ്റെ അവിടെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് പ്രൊഫസേഴ്സ് ഹൗസ്. അപ്പോൾ ഇതാണ് 4 സെറ്റിങ്സ്. ഒന്ന് ഗാർഡൻ ഓൾറെഡി തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഗാലറി, മൂന്നാമത്തേത് സ്റ്റുഡൻസ് ഹൗസ് ആൻഡ് വിൻഡോ, നാലാമത്തേത് പ്രൊഫസേഴ്സ് ഹൗസ്. ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്? ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നിങ്ങൾക്കറിയാം? ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്? ഫസ്റ്റ് ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ ആരാണ്? നൈറ്റിംഗേൽ ആണ്, അതവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആരാണ്? സ്റ്റുഡൻ്റാണ് അല്ലേ. മൂന്നാമത്തെ ആരാണ്? കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നൈറ്റിംഗേൾ ഉണ്ട്, പിന്നെ യങ് സ്റ്റുഡൻ്റ് ഉണ്ട്, 2 മെയിൻ കഥാപാത്രങ്ങളായി. മൂന്നാമത്തെ പ്രൊഫസേഴ്സ് ഡോട്ടർ ഉണ്ട്. നാലാമത്തത് ഒരു ഗ്രീൻ ഗാർഡൻ ലിസാർഡ് ഉണ്ട് അല്ലേ, ഗാർഡൻ ലിസാർഡ് ഉണ്ട്. ഇപ്പോൾ എത്ര ക്യാരക്ടേഴ്സായി? 4 ക്യാരക്ടേഴ്സ്. ഒന്ന് നൈറ്റിംഗേൾ, രണ്ടാമത്തെ യങ് സ്റ്റുഡൻറ്റ്, മൂന്നാമത്തെ പ്രൊഫസേഴ്സ് ഡോട്ടർ, ദെൻ ആരാണ്? ഗാർഡൻ ലിസാർഡ്, വല്ലി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ വരുന്നത്? ക്ലൈമാക്സ് ആണ്. അപ്പോൾ ഈ ക്ലൈമാക്സിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? എ റെഡ് റോസ് അപ്പിയേർഡ് ആൻഡ് ദ നൈറ്റിംഗേൽ ഡൈഡ്. അതാണ് ക്ലൈമാക്സിൽ വരുന്നത്. എ റെഡ് റോസ് അപ്പിയേർഡ്, എ റെഡ് റോസ് അപ്പിയേർഡ്, റെഡ് റോസ് അപ്പിയർ ചെയ്തു. വന്നു കഴിഞ്ഞപ്പോൾ ആര് മരിച്ചു? നൈറ്റിംഗേൾ ഡൈ ആയി. അത് കഴിഞ്ഞ ആളാണ് പിന്നെ ക്ലൈമാക്സ്, അത് അവിടെയാണ് ക്ലൈമാക്സ്. നൈറ്റിംഗേൾ ഡൈഡ്. അപ്പോൾ ഈ നെക്സ്റ്റ് ഏതാ വരുന്നത്? ഇവൻറ്റ്സ് ആണ്, സംഭവങ്ങൾ. അതൊന്നാമത്തെ യങ് സ്റ്റുഡൻറ്റ് ലവ് ദ ഗേൾ. അത് നിങ്ങൾക്ക് അറിയണതാണ്. കഥ മനസ്സിലാവാത്തവരും ശ്രദ്ധിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. ഷി ആസ്ക്സ് ദ സ്റ്റുഡൻസ് ടു ബ്രിങ് എ റെഡ് റോസ്. പിന്നെ മൂന്നാമത്തെ ഇവൻറ്റ് വരുന്നത് നൈറ്റിംഗേൽ ഹിയേഴ്സ് ദ സ്റ്റുഡൻസ് ക്രൈ. ദ നൈറ്റിംഗേൽ ഫീൽസ് പിറ്റി ഫോർ ദ സ്റ്റുഡൻസ് ആൻഡ് സെർച്ച്ഡ് ഫോർ എ റെഡ് റോസ്. റെഡ് റോസ് റോസ് ട്രീ ആസ്ക്സ് ഹെർ ടു സിങ് ഓൾ ദ നൈറ്റ് ആൻഡ് ഗിവ് ഹെർ to blood the tree. She does so and a red rose is produced. Nightingale dies. Student goes to the girl. She refuses his love. ഇനി അതിൽ ഫൈനൽ ഇവൻ്റ് എന്താ നടക്കുന്നുണ്ട്? അപ്പോൾ ഈ ഫൈനൽ ഇവൻ്റ് ലാസ്റ്റ് എന്താ സംഭവിച്ചത്? നൈറ്റിംഗേൾ സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ ദ സ്റ്റുഡൻറ്റ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ദ ലവ് റിജക്ട്സ് ഹിസ് റോസ് ആൻഡ് ഹിസ് ലവ്. അപ്പോൾ ഈ രണ്ടും ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതിക്കുക. ഈ ഇവൻറ്റ്സ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇനി ആക്ടിവിറ്റി 1, ലെറ്റ് us enrich our vocabulary. നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് കോട്ടഡ് ബിലോ. താഴെ ദ മ്യൂസീഷ്യൻ വിൽ സിറ്റ് ഇൻ ദെയർ ഗാലറി സെറ്റ് ദ യങ് സ്റ്റുഡൻറ്റ്. ആ യങ് സ്റ്റുഡൻസ് പറഞ്ഞതാണ്. അവിടെ മ്യൂസീഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഗാലറിയിൽ സിറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് പ്ലേ അപ്പോൺ ദെയർ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്നിട്ട് അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ വായിക്കുന്നുണ്ടാവും. ആൻഡ് മൈ ലവ് വിൽ ഡാൻസ് ദ സൗണ്ട് ഓഫ് ദ ഹാർപ്പ് ആൻഡ് ദ വയലിൻ. വയലിൻ്റെയും അതുപോലെ തന്നെ ആ വയലിൻ്റെ ഹാർപ്പ് ആൻഡ് പിന്നെ മ്യൂസിക് സൗണ്ട് കേട്ടിട്ട് എൻ്റെ ലവ്, അതായത് അവൻ്റെ കാമുകി ഡാൻസ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഹാർപ്പ് ആൻഡ് വയലിൻ ആർ സ്ട്രിഞ്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ ഹാർപ്പ് സൗണ്ടും അതുപോലെ തന്നെ ഹാർപ്പ് ആൻഡ് വയലിനൊക്കെ സ്ട്രിഞ്ചഡാണ്. ചരട് വലിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വല്ല കോല് വെച്ചിട്ട് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ലിസ്റ്റ് ഓഫ് സം മ്യൂസിക്കൽ ഇവിടെ താഴെ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ടുണ്ട്. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഏതൊക്കെ അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്യണത്? അത് സ്ട്രിഞ്ചഡ് ആണോ നോക്കണം. സ്ട്രിഞ്ചഡ് എന്താ മനസ്സിലായല്ലോ. അതുപോലെ കാറ്റിനനുസരിച്ച് മ്യൂസിക് വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വേറെയുണ്ട്. ആൻഡ് പെർക്കഷൻ തട്ടുക അല്ലെങ്കിൽ മുട്ടുക, നമ്മൾ ചെണ്ടൊക്കെ കണ്ടില്ലേ, അതുപോലെ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന നമ്മളെ കൈ കൊണ്ട് അല്ലെങ്കിൽ വടി കൊണ്ടൊക്കെ തട്ടിമുട്ടി ഉണ്ടാക്കുന്ന സൗണ്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് 3 കോളത്തിലാക്കിയിട്ട് എഴുതി വയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താ പിന്നെ ചെണ്ട. ഈ ചെണ്ട ഇതിലാണ് വരിക, നമുക്കറിയാം ഇതിലാണ് വരുന്നത്, പെർക്കഷനിലാണ് വരിക അല്ലേ. അതുപോലെ തന്നെ വീണ ഇതിലാണ് വരുന്നത്, സ്ട്രിഞ്ചഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതേപോലെ എടുത്തെഴുതാനാണ്. അതുപോലെ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഏതൊക്കെയാണ് വരിക? ബാക്ക് പൈപ്പ്. ഈ ബാക്ക് പൈപ്പ് എന്നുള്ളത് ഇതിലാണ് വരുന്നത്, വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിലാണ് ബാക്ക് പൈപ്പ് വരുന്നത്. അപ്പോൾ ഞാനിത് സെൻഡ് ചെയ്ത് തരാം, നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് എഴുതി വയ്ക്കുക കേട്ടോ. മൃദംഗം ഏതിലാണ് വരിക? മൃദംഗവും ചെണ്ടയും മദ്ദളമൊക്കെ ഏതിലാണ് വരുന്നത്? തബലൊക്കെ ഏതിലാണ് വരിക? പെർക്കഷനിലാണ് വരിക അല്ലേ. 3ാമത്തെ കോളത്തിലാണ് അത് എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് എഴുതേണ്ടതും ഇതിനകത്ത് 3 കോളത്തിലായിട്ട് എഴുതേണ്ടതുണ്ട്. അത് എഴുതി വയ്ക്കുക. ഇനി ആക്ടിവിറ്റി 2 ഏതാണെന്ന് നോക്കുക. Read the following sentences from the story. On the topmost spray of the rose tree, there blossomed a marvelous rose. Marvelous. What a wonderful piece of luck. 2 അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ഉണ്ടാവും. ഒന്ന് മാർവലസ് ആണ്, രണ്ടാമത്തെ വണ്ടർഫുൾ ആണ്. ഹിയർ ഈസ് എ റെഡ് റോസ്. ഇപ്പോൾ രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ് അല്ലേ. മാർവലസ് പറഞ്ഞാലും അത്ഭുതകരമാണ്, വണ്ടർഫുൾ എന്ന് പറഞ്ഞാലും അത്ഭുതകരമാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ മീനിങ് അല്ലെങ്കിൽ സെയിം മീനിങ് വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണിത് സിനോണിംസ് എന്ന്, പര്യായ പദം എന്ന് നമ്മൾ പറയും മലയാളത്തിൽ.
അപ്പോൾ നാനാർത്ഥങ്ങൾ എന്നും പറയും. അപ്പോൾ സിനോണിംസ് എന്നാൽ സെയിം മീനിങ് വരുന്ന വേർഡ്സുകൾ. ഒരുപാട് വാക്കുകൾക്ക് സെയിം മീനിങ് ഉണ്ടല്ലോ. അതിന് എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബിഗ് ആൻഡ് ലാർജ്. ഈ ബിഗ് ആൻഡ് ലാർജ് ആർ സെയിം അല്ലേ, ആർ ദ സെയിം മീനിങ് ആണ്. ഒരേ ലാംഗ്വേജിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു വ്യത്യസ്ത വേർഡ്സ് സെയിം മീനിങ് ഉള്ളതിനാണ് എന്ത് പറയുന്നത്? സിനോണിംസ് എന്ന് പറയുന്നത്. വിച്ച് ഹാവ് ദി അനദർ സെയിം ലാംഗ്വേജ്. ഇനി നിങ്ങൾ ഇതിൽ കുറച്ച് സിനോണിംസ് തന്നിട്ടുണ്ട്. ഡോൺ, റൂഡ്, ടെൻസ്, വെൽത്തി, സ്ലൈറ്റ്, ഡേ ബ്രേക്ക്, പ്രൂഡൻറ്റ്, വിസ്പർ, ഹെൽത്തി, റിച്ച്, നെർവസ്, ഇംപൊളൈറ്റ്, മർമർ, ഫിറ്റ്, വൈസ് ആൻഡ് ഫെയിൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വേർഡ് ഡോൺ ആണ്. ഈ ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണ്. അതിലേ അർത്ഥം വരുന്ന വാക്കാണ് ഇത് ഡേ ബ്രേക്ക് എന്ന് പറയുന്നത് അല്ലേ. രണ്ടാമത്തെ റൂഡാണ്. അതോ റൂഡ് മര്യാദയില്ലാത്ത എന്നർത്ഥം വരുന്ന വാക്ക്. അപ്പോൾ ആ റൂഡ് എന്നുള്ള അർത്ഥത്തിന് വരും നമുക്ക് മര്യാദയില്ലാത്ത അല്ലെങ്കിൽ പൊളൈറ്റ് അല്ലാത്ത എന്നല്ല. റൂഡിൻ്റെ ഏതാ വരിക? ഇംപൊളൈറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതിയേക്കണം. ഇത് ഡോൺ എന്നുള്ളത് എഴുതിക്കുക. അതിന് നേരെ ഡേ ബ്രേക്ക് എന്ന് എഴുതുക, റൂഡ് എന്ന് എഴുതുക, ഇംപൊളൈറ്റ് എന്ന് എഴുതുക. പിന്നെ ടെൻഷൻ ആവുക എന്ന് പറഞ്ഞാൽ ആകെ നെർവസ് ആവുക എന്നുള്ളതാണ്. എസ്സിരി താഴത്തുണ്ട്. വെൽത്തി എനിക്കറിയാം, സമ്പത്ത്. ഏതാ സമ്പത്തിൻ്റെ? റിച്ച് ആണ്. പിന്നെ സ്ലൈറ്റ് അതായത് നേരിയ എന്നർത്ഥം വരുന്ന ഇവിടെ എഴുതുക. ഫെയിൻ്റ് ഉണ്ടാവും നമ്മൾക്ക്, ഏതായാലും തളർന്ന എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള വേർഡ്സും കൂടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ചെയ്ത് വെക്കാം. ഓക്കെ, സെൻഡ് ചെയ്ത് തരാം ആൻസർ. ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്? ആക്ടിവിറ്റി 3. ഈ ആക്ടിവിറ്റി 4ൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ ഈസ് വൺ ഓഫ് ദ തീംസ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഇതിൻ്റെ തീം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണ് ബന്ധം, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. ദ നൈറ്റിംഗേൾ ആൻഡ് ദ റോസ്. ഇൻ ദി സ്റ്റോറി നൈറ്റിംഗേൾ, ദ ഗ്രീൻ ലിസാർഡ് ആൻഡ് ദ റോസ് ട്രീ സ്പീക്ക് ലൈക്ക് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞു അല്ലേ. കാരണം മനുഷ്യനെ പോലെ സംസാരിക്കുന്ന നൈറ്റിംഗേൾ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ റോസ്, ദെൻ ലിസാർഡൊക്കെ. Look at the poster given below and identify the features of a poster. Does poster for promoting awareness on the need of conserving nature. അപ്പോൾ നേച്ചറെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുകയാണിത്. അടിപൊളിയായിട്ടുള്ള പോസ്റ്റർ അല്ലേ. നിങ്ങളിത് ഈ പോസ്റ്റർ ഒന്ന് ഭംഗിയിൽ വരച്ച് വെക്കുക കേട്ടോ നോട്ട്ബുക്കിൽ, വളരെ ഉഷാറായിട്ട്. ഇതല്ലെങ്കിൽ ഇതുപോലത്തെ വേറൊരു പോസ്റ്റർ. അതിനവിടെ തന്നെ പ്രൊട്ടക്റ്റ് ട്രീസ് കണ്ടോ, നല്ല ക്യാച്ചി ലൈൻസാണ്. ട്രീസ് അവർ ലൈഫ് ബ്ലഡ്. പിന്നെ ഗോയിങ് ഗ്രീൻ ഈസ് AEC ആസ് ABC. അപ്പോൾ ഗ്രീനാക്കുക ABC പോലെ എളുപ്പമാണെന്നൊക്കെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഇവിടെ പോസ്റ്റേഴ്സ് യൂഷ്വലി കണ്ടെയ്ൻ നോട്ടീസസ്, അഡ്വർടൈസ്മെൻറ്റ് ഓർ ഇൻവിറ്റേഷൻസ്. അപ്പോൾ ഒക്കെ ഉണ്ടാവും. ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ നോട്ടീസായിട്ട് അയക്കാം, അതല്ലെങ്കിൽ പരസ്യങ്ങൾ ഉണ്ടാവാം, ഇൻവിറ്റേഷൻസ് ഉണ്ടാവാം. ദേ ആർ അട്രാക്റ്റീവ് ആൻഡ് ക്യാപിറ്റേറ്റിംഗ്. പക്ഷേ അത് നമ്മൾക്ക് അട്രാക്റ്റീവ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഡിസൈൻ നൈദർ ടു ഇൻവൈറ്റ് അവർ അറ്റൻഷൻ അല്ലേ, ആൻഡ് ഇവൻ ടു ക്രിയേറ്റ് അവയർനെസ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ ഏതാണോ സോഷ്യൽ ഇഷ്യൂസ് അതിനെ ബേസ് ചെയ്ത് എടുത്ത് കാണിക്കുന്നതായിരിക്കണം ഇവിടെ. പോസ്റ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ലേ ഔട്ടിൽ തന്നിട്ടുണ്ട്. ലേ ഔട്ട് എന്ന് വരയ്ക്കുക, ഒരു കോളത്തിനുള്ളിലാക്കുക. പിന്നെ നമുക്ക് എന്ത് പറയാം, അതിനെ ലേ ഔട്ട് മാത്രം പോരല്ലോ, പിന്നെ എന്തൊക്കെ വേണം? അതിന് അട്രാക്റ്റീവായിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുക്കണം, ഇല്ലസ്ട്രേഷൻസ് കൊടുക്കണം, ക്ലിയർ ആൻഡ് ബോൾഡ് മെസ്സേജ് ആയിരിക്കണം, നല്ല നിറത്തിലുള്ള ബോൾഡ് മെസ്സേജ് ആയിരിക്കണം. കണ്ടൻറ്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? അട്രാക്റ്റീവ് ആയിരിക്കണം അല്ലേ. പിന്നെ വളരെ ബ്രീഫായിരിക്കണം, ലാംഗ്വേജ് വെരി സിമ്പിൾ ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അത് ഞാൻ സെൻഡ് ചെയ്ത് തരാം, അതവിടെ എഴുതി വയ്ക്കുക. ഇനി ആക്ടിവിറ്റി 1 ആണ്, ലെറ്റ് സ്പീക്ക്. ഇവിടെ ദ നൈറ്റിംഗേൾ സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ഫോർ ട്രൂ ആൻഡ് ഐഡിയൽ ലവ്. ഡു യു തിങ്ക് ദ നൈറ്റിംഗേൾ ഹാസ് മെയ്ഡ് ദ റൈറ്റ് ചോയ്സ്? പക്ഷേ നൈറ്റിംഗേൾക്ക് അതിനുള്ള ചോയ്സ് ഉണ്ടോ ചോദിക്കുകയാണ്. ഗിവ് ദാറ്റ് ലിസ്റ്റ് ടു റീസൺ ടു സപ്പോർട്ട് യുവർ ആൻസർ. ടു ട്രൈ ടു യൂസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് വൈൽ സ്പീക്കിംഗ്. നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സാണ് നമ്മളിത്. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് സീംസ് ടു മീ, എനിക്ക് തോന്നുന്നു. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ. ഐ ആം കൺവിൻസ്ഡ്, ഞാൻ ബോധ്യപ്പെടുത്തുന്നു. ഐ ഫീൽ അബ്സല്യൂട്ട്ലി സെർട്ടൈൻ, എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായൊരു ധാരണയുണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ റീസൺസ് പറയുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് വെച്ചിട്ട് ഞാൻ പറയാം. ഐ തിങ്ക് ദാറ്റ് നൈറ്റിംഗേൾ മെയ്ഡ് ദ റൈറ്റ് ചോയ്സ്. നൈറ്റിംഗേൾ ചെയ്തതൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞു. ബിക്കോസ് ദ സ്റ്റുഡൻറ്റ് വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഫുളിഷ്നെസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ്. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സ്റ്റുഡൻറ്റിന് അവൻ്റെ വിഡ്ഢിത്തം മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ആ റോസാപ്പൂ കിട്ടിയത് കാരണമാണ് ആ പെൺകുട്ടിയുടെ സ്നേഹം എന്തായിരുന്നു, കപടമായിരുന്നെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലേ. അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ അങ്ങനെ എഴുതി വയ്ക്കാം.
പിന്നെ അതുപോലെ നെക്സ്റ്റ് ഓക്ക് ട്രീ മോൺ ദ ഡെത്ത് ഓഫ് ദ നൈറ്റിംഗേൾ. ഓക്ക് ട്രീയിലായിരുന്നു നൈറ്റിംഗേൾ താമസിച്ചിരുന്നത്. അങ്ങനെ അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോൾ നൈറ്റിംഗേളിൻ്റെ മരണത്തിൽ ഓക്ക് ട്രീക്ക് ഭയങ്കര ദുഃഖം തോന്നി. ആ ദുഃഖത്തിൻ്റെ ഒരു കണ്ടോളൻസ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇവിടെ ഒരു തന്നിരിക്കുന്നത്. ഐ ആം വെരി സാഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, റോസ് ട്രീ ഈ പിന്നെ നൈറ്റിംഗേളിൻ്റെ ദുഃഖത്തിൽ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. അതുപോലെ ഗ്രീൻ ലിസാർഡ് പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. യങ് ലവർ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. ദ മൂണും കൂടെ കാണുന്നുണ്ടല്ലോ അതും നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ നെക്സ്റ്റ് എഡിറ്റിംഗ് ആണ്, നോക്കാം അടുത്ത ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിലല്ല, ഇപ്പോൾ തന്നെ എടുത്തു തരും, ഓരോന്ന് സെൻഡ് ചെയ്ത് തരും. നിങ്ങളതൊക്കെ എഴുതി വെക്കുക നോട്ടിൽ കേട്ടോ. നോട്ടിലല്ല, ടെക്സ്റ്റ് ബുക്ക് തന്നെ ചെയ്താൽ മതി. ഈ ആക്ടിവിറ്റി 3ലും അതുപോലെ തന്നെ 3 കോളാണ്. ഈ 3 കോളത്തിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ കോളം സ്റ്റുഡൻറ്റ്, രണ്ടാമത്തെ പ്രൊഫസേഴ്സ് ഡോട്ടർ, മൂന്നാമത്തെ കോളത്തിൽ നൈറ്റിംഗേളാണ്. ഇവിടെ ഈ 3 കോളത്തിലും ആർ ദ ക്യാരക്ടേഴ്സ്, നമ്മൾ സ്റ്റോറിയുടെ ക്യാരക്ടേഴ്സാണ് ഈ 3 അല്ലേ. അതിൽ നമ്മൾ വാട്ട് ആർ ദ ട്രേഡ്സ് ചോസ് ആൻഡ് ക്യാരക്ടർ അവരുടെ ക്യാരക്ടേഴ്സ് ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇന്നസെൻസ്, കണ്ടോ. ഇതിൽ ആരാണ് ഇന്നസെൻസ്? നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും ഇത് സ്റ്റുഡൻറ്റ് ഇന്നസെൻ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ 2 ആൾ ഇവിടെ ഇന്നസെൻ്റ് ഉണ്ട്. ആരൊക്കെയാണ്? നൈറ്റിംഗേളും സ്റ്റുഡൻറ്റും ഇന്നസെൻ്റ് ആണെന്നുള്ളത് അറിയാം. അതുപോലെ മണിയോട് ഏറ്റവും കൂടുതൽ ആർത്തിയുള്ളത് ആർക്കാണ് ഇവിടെ? നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും ആരാണ്? പ്രൊഫസേഴ്സ് ഡോട്ടർ അല്ലേ. മണി എന്നുള്ളത് പറഞ്ഞാൽ ഇവിടെ യോജിക്കുന്നത്. ലവ് ആർക്കാണ്? സ്നേഹം ആർക്കാണുള്ളത്? സ്റ്റുഡൻറ്റിനും പിന്നെ അതുപോലെ തന്നെ നൈറ്റിംഗേളിനും. അവിടെ എഴുതി വെക്കണം കേട്ടോ. വിസ്ഡം, വിവേകം ആർക്കാണുള്ളത്? പ്രൊഫസേഴ്സ് ഡോക്ടർക്കുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ആർക്കുള്ളത്? ആ കുട്ടിക്കും വിവേകമില്ല. പിന്നെ അതുപോലെ നൈറ്റിംഗേളിന് വിവേകമുണ്ടോ? അതുമില്ല. പിന്നെ നേച്ചർ, അതിവിടെ നൈറ്റിംഗേളാണ്. ഹീറോയിസം ആരാ കാണിച്ചത്? ഇവിടെ നൈറ്റിംഗേൾ അല്ലേ. അപ്പോൾ ഗ്രീഡി ആരാണ്? ആർത്തിയുള്ളത് പ്രൊഫസേഴ്സ് ഡോട്ടറാണ്. കമ്പാഷൻ ഉള്ള ആർക്കുള്ളത്? ഇവിടെ തന്നെ. പിന്നെ അതുപോലെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതിലാണോ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആ കോളം ഫില്ല് ചെയ്യാനും സാധിക്കും. അത് സെൻഡ് ചെയ്ത് തരാം ആൻസർ. അത് നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ് ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ്. ഹിസ് ഫീലിങ്സ് ആർ ലവ് എക്സെട്ര. അപ്പോൾ ആ കുട്ടിയുടെ ഫീലിങ്സ് ഇല്ല, സ്നേഹത്തിനോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ പാഠത്തുനിന്ന് മനസ്സിലായി. ബേസ്ഡ് ഓൺ യുവർ റീഡിങ് ദ സ്റ്റോറി പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദ സ്റ്റോറി സപ്പോർട്ട് യുവർ ആൻസർ. അതായത് ഈ ആൺകുട്ടിക്ക് ആ പെൺകുട്ടിയോട് സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്ന കുറേ ലൈൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മളെ ചാപ്റ്ററിൽ തന്നെ പറയുന്നത്. ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറഞ്ഞത് സോറോ ഹാസ് സെറ്റ് ഹെർ സീൽ അപ്പോൺ ഹിസ് ബ്രോ എന്ന് പറയുന്നുണ്ട്. കാരണം അവൻ്റെ പുരികം എന്ത് ചെയ്തിട്ടുണ്ട്? പുരികത്തിൻ്റെ അവിടെയൊക്കെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ആ ലൈൻ അവിടെ എഴുതി കേട്ടോ. സോറോ ഹാസ് എഴുതി വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. സോറോ ഹാസ് സെറ്റ് ഹെർ സീൽ അപ്പോൺ ഹിസ് ബ്രോ. അതിൽ ഫസ്റ്റ് പേജിലാണ്, അതായത് നമ്മുടെ ഇനി അറിയാത്തവർക്ക് പേജ് നമ്പർ 139 സെക്കൻഡിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിൽ പേജ് നമ്പർ 139 ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ തൊട്ട് മുകളിലെ ലൈന് സോറോ ഹാസ് സെറ്റ് ഹെർ സീൽ അപ്പോൺ ഹിസ് ബ്രോ. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ സെൻറ്റൻസ് നമുക്ക് പറയുന്നത് ഏതായിരിക്കാം? ഷീ വിൽ ഹാവ് നോ ഹെഡ് ഓഫ് മീ. നെക്സ്റ്റ് പേജിൽ തന്നെയാണ് ഷീ വിൽ ഹാവ് നോ ഹെഡ്. പേജ് നമ്പർ 140 കാണാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഹാർട്ട് ബ്രേക്ക് ആവും എന്നൊക്കെ പറയുന്ന ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ഷീ വിൽ പാസ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ ബാൾ ചെയ്യുന്ന കാര്യം, അങ്ങനെ അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ലൈൻസ് ഉണ്ടായിരുന്നു. 3-4 സെൻറ്റൻസസ് അവിടെ എഴുതി വയ്ക്കാം. ഓക്കെ. ഇനി ആക്ടിവിറ്റി 2 ഒരു ലെറ്ററാണ്. ആരയക്കുന്ന ലെറ്ററാണ്? സ്റ്റുഡൻറ്റ് സാക്രിഫൈസ് മെയ്ഡ് ബൈ നൈറ്റിംഗേൾ. അപ്പോൾ നൈറ്റിംഗേളിൻ്റെ സാക്രിഫൈസ് ഈ കുട്ടി അറിഞ്ഞു, ആ ത്യാഗം കുട്ടി അറിഞ്ഞു. എന്നിട്ട് ആ കുട്ടി പിന്നെ നൈറ്റിംഗേളിനെ കുറിച്ച് അവൻ്റെ ഫ്രണ്ടിന് അയക്കുന്ന ലെറ്ററാണ്. ലെറ്ററിൻ്റെ ഫോർമാറ്റ് അവിടെ തന്നിട്ടുണ്ട്, പ്ലേസും ഡേറ്റും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 3 ഡയറി എൻട്രി എഴുതാനാണ്. ആരുടെ ഡയറി എഴുതേണ്ടത്? മേക്ക് എ ഡയറി. ദ ഡിജക്റ്റഡ് സ്റ്റുഡൻറ്റ് ഗോസ് ടു ഹിസ് റൂം. അങ്ങനെ ദുഃഖപരിവശനായ കുട്ടി റൂമിലേക്ക് പോയി. ആ ഫീലിംഗ് കൊണ്ട് അവനാകെ പരവശമായിരുന്നു. അങ്ങനെ അവൻ അന്നത്തെ ഡയറി എഴുതുകയാണ്. ആ സ്റ്റുഡൻറ്റിൻ്റെ ഫീലിംഗ് ഡയറിയിൽ ഉണ്ടായിരിക്കണം. കാരണം എന്താണ് അവന് ഫീലിംഗ് ആവാനുള്ള കാരണം? അവൻ്റെ സ്നേഹം നിരസിച്ചത്. പിന്നെ വാട്ട് തിങ്ക് ഓഫ് പ്രൊഫസേഴ്സ് ഡോട്ടർ. ആ കുട്ടിയെക്കുറിച്ച് അവൻ എന്താണ് ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം അഹങ്കാരിയാണെന്നുള്ളത് അല്ലേ. പിന്നെ വാട്ട് വി ഡു ഇൻ ഫ്യൂച്ചർ. ഇനി എന്തായിരിക്കുമ്പോൾ ഭാവിയിൽ ചെയ്യുന്നുണ്ടാവുക? അവനാകെ നിരാശനായിട്ടിരിക്കുമോ, അതോ ആ പെണ്ണിനെ ഓർത്തിരിക്കുമോ, പെണ്ണിൻ്റെ പിന്നാലെ പോവോ, വേറെ ആരെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി കിട്ടുമോ? അതൊക്കെയാണ് അവന് ചിന്തിക്കുന്നുണ്ടാവുക. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇനി ആക്ടിവിറ്റി 4 നോക്കാം.